പാലക്കാട് പ്രവാസി സെന്ററിന്റെ 6ാമത് വാർഷികം ഉണർവ് ജൂലൈ 26-ന് കഞ്ചിക്കോട് നടക്കും. ലോക വിദേശ രാജ്യങ്ങളിൽ ജോലി ചെയ്തു വരുന്നവരുടെയും ജീവിച്ചു വരുന്നവരുടെയും ക്ഷേമ പ്രവർത്തനങ്ങൾ ലക്ഷ്യമിട്ടാണ് PPC പ്രവർത്തിക്കുന്നതെന്ന് സെക്രട്ടറി ശശികുമാർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കോവിഡ് കാലത്ത് പ്രവാസികൾക്ക് തിരിച്ചെത്താനായി സൗജന്യമായി ചാർട്ടേഡ് വിമാനം ഏർപ്പാടാക്കിയ സംഘടന ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിവരുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണം ഏറ്റെടുത്തിരിക്കുന്ന 2026 വർഷത്തിൽ വിവിധ ആശുപത്രികളിൽ സ്ത്രീ സൗഹൃദ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കും. 2026 വാർഷികത്തിൽ അംഗങ്ങളുടെ കലാകായിക മത്സരം, ആരോഗ്യ പാചക മത്സരം എന്നിവ സംഘടിപ്പിക്കും. ഉന്നത പരീക്ഷകളിൽ വിജയം നേടിയ അംഗങ്ങളുടെ മക്കളെ അനുമോദിക്കുന്നതിനൊപ്പം വിവിധ മത്സരങ്ങളിൽ വിജയിച്ചവരെയും അനുമോദിക്കും. പ്രവാസികളുടെ മക്കൾ രൂപകൽപ്പന ചെയ്ത ലോകോത്തര നിലവാരമുള്ള N2T ബാറ്റിന്റെയും ബോളിന്റെയും പ്രദർശനവുമുണ്ടാകും. നാടൻ കലാ അവതരണം, വിവിധ വിഷയങ്ങളിലുള്ള സിംബോസിയങ്ങൾ, സംരംഭകർക്കുള്ള ബോധവൽക്കരണം, സംരംഭങ്ങളുടെ ആരംഭം, പുസ്തക പ്രകാശനം എന്നിവയും വാർഷികത്തിന്റെ ഭാഗമായി നടക്കുമെന്നും ശശികുമാർ പറഞ്ഞു. അതായത് അതിർത്തികൾക്കപ്പുറമുള്ള ഒരു സംഘടന, അത് പാലക്കാട് രജിസ്റ്റർ ആസ്ഥാനമാക്കി പാലക്കാട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു ഗ്ലോബൽ സംഘടനയാണ്. അതിലാണ് പ്രസിഡന്റ് പറഞ്ഞ മാതിരി 27 രാജ്യങ്ങളുടെ പ്രവാസികളുണ്ട്. അതുപോലെ തന്നെ പ്രവാസികൾ ഉണ്ട് എന്ന് പറയുമ്പോൾ പ്രവാസികൾ തിരിച്ചു വന്നാലും ഇതിൻ്റെ മെമ്പർഷിപ്പ് തുടരാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇനി പ്രവാസി ഇല്ലാതായാൽ പ്രവാസിയുടെ പങ്കാളിക്ക് വീണ്ടും മെമ്പർഷിപ്പ് കിട്ടുന്നു. അപ്പോൾ ആജീവനാന്ത മെമ്പർഷിപ്പ് എന്നുള്ളത് ആജീവനാന്തമായി തന്നെ കാണിക്കുകയാണ്. ആ രൂപത്തിലുള്ള ഒരു സംഘടന. ഒട്ടേറെ വ്യത്യസ്തത ഉള്ളതാണ് ഈ സംഘടന. എന്തുകൊണ്ടെന്നാൽ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പാലക്കാട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഗ്ലോബൽ സംഘടന എന്ന് പറയുമ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ അത്തരത്തിലുള്ള സംഘടന നമുക്ക് കാണാൻ പറ്റും തോന്നുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. 2, ഇത് രാഷ്ട്രീയത്തിനോ മതത്തിനോ സമുദായത്തിനോ എല്ലാം അതീതമായിക്കൊണ്ട് പാലക്കാടുകാരുടെ കൂട്ടായ്മ, പാലക്കാടുകാർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് മുൻതൂക്കവും പ്രാധാന്യവും കൊടുക്കുന്നത്. പ്രസിഡന്റ് പറഞ്ഞ മാതിരി ഒട്ടേറെ സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ 6 വർഷങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 1, 2, 3, 4, 5 വർഷങ്ങളിലുള്ള വാർഷിക യോഗങ്ങൾ തന്നെ നടന്നത് പാലക്കാടിൻ്റെ ടൗണിൽ അല്ലാതെ പാലക്കാടിൻ്റെ വിവിധ പ്രാന്തപ്രദേശങ്ങൾ സെലക്ട് ചെയ്തുകൊണ്ടാണ്. കൊല്ലംകോടായാലും ശരി, കുടമണ്ണശ്ശേരി, പരുത്തിപ്പള്ളിയിലായാലും ശരി, കഞ്ചിക്കോടായാലും ശരി, പാലക്കാട് ടൗണിലായാലും അങ്ങനെ മാറിയുള്ള ഓരോ പ്രദേശങ്ങൾ എടുത്തുകൊണ്ട് അവിടങ്ങളിൽ വെച്ചാണ് ഇതിൻ്റെ എല്ലാം തന്നെ യോഗങ്ങളും നടക്കാറുള്ളത്. പ്രസിഡന്റ് KK പ്രദീപ് കുമാർ, വൈസ് പ്രസിഡന്റ് മേഥിൽ കുമാർ, ജിജി ഫിലിപ്പ്, രമേശ് ബാബു എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.